പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിങ്ങനെ കുറച്ച് സമയം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എൻ്റെ പേര് വിളിക്കാത്തത് ഒരു പാട്ട് പാടാനായിട്ട് കഴിഞ്ഞത്. കാരണം ഇതിനു മുമ്പ് 1-2 പാട്ടൊക്കെ പാടാനൊരു അവസരം കിട്ടി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തവണ ഇത്രയും ലേറ്റ് ആയതെന്നാണ് ഞാനിങ്ങനെ കരുതിയിരുന്നത്. എന്തായാലും ഈ സംഗീതത്തെ സംബന്ധിച്ച് 1-2 ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചതിന് ശേഷം പാട്ട് പാടാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സംഗീതം പഠിച്ചിട്ടുള്ളവർക്ക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പാട്ട്. കാരണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി വേണം പാടാൻ. എന്നാൽ എന്നെ പോലെ ഒരാൾക്ക് ഈ രാഗമോ താളമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷാർപ്പോ ഫ്ലാറ്റോ ഇതൊന്നും നോക്കാതെ ധൈര്യമായിട്ട് കണ്ണുടച്ച് പാടാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത പോവന സീമയിൽ എന്നനുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും മരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും മരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്രഹൃദന്തം ചാർത്തി എത്ര സമുദ്രഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. Thank you, sir. Fantastic.